യഥാർത്ഥത്തിൽ ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലുള്ള പ്രധാനപ്പെട്ട എൻ്റെ ഒരു സംശയം, അഖിൽ മാരാർ ആണോ ലക്ഷ്മിയെ കൊണ്ട് LGBTQക്കെതിരെ സംസാരിപ്പിച്ചത്? ആദില, നൂറ എന്നിവരെ തുടക്കത്തിൽ തന്നെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് അഖിൽ മാരാർ ആണോ? അതിൻ്റെ സംശയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്മി ഇവിടെ നിന്ന് എവിക്റ്റായി പോയതിന് ശേഷം തിരിച്ചു വന്ന ലക്ഷ്മി അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തു എന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ലക്ഷ്മിക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് കിട്ടുമെന്നറിയാം. ഒന്ന് അത്. രണ്ടാമത്തെ കാര്യം, ആദില, നൂറ ഇവർ ടോപ്പ് 5 എത്താൻ പാടില്ല. അത് ലക്ഷ്മിയുടെ ഒരു ആവശ്യം കൂടിയായിരുന്നു. പക്ഷെ ഇതിൻ്റെ എല്ലാം പിറകിൽ ചുക്കാൻ പിടിച്ചിരുന്നത്, എല്ലാവരും പറഞ്ഞത് അഭിഷേക് എന്ന പേരായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അഭിഷേകല്ല. ഇതിൻ്റെ മറ പിടിച്ച് തിരശ്ശീലയ്ക്കുള്ളിലിരുന്ന് എല്ലാ ചരടും വലിച്ച് ജനങ്ങളെ പൊട്ടന്മാരാക്കിയിരുന്നത് അഖിൽ മാരാർ എന്ന് പറഞ്ഞ കുറുക്കനായിരുന്നു. ആ ഒറ്റൊരു കാരണം കൊണ്ടാണ് ലക്ഷ്മി തിരിച്ചു വന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുന്നേ ഇൻ്റർവ്യൂവിലൊക്കെ എവിക്റ്റായി പോകുന്നതിന് മുന്നേ പറഞ്ഞത് അനുമോൾ ഫേക്കായിട്ടാണ് അവിടെ നിന്നിരുന്നത് എന്നാണ്. തിരിച്ച് എത്തിയ ലക്ഷ്മി അവരുടെ സ്റ്റാൻഡ് വീണ്ടും മാറ്റി അനുമോളെ സപ്പോർട്ട് ചെയ്തു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ശക്തമായ ഇൻഫ്ലുവൻസ് അഖിൽ മാരാരുടെ ഭാഗത്തു നിന്ന് ലക്ഷ്മിക്കുണ്ടായിരുന്നു. തൊപ്പിയുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അനീഷ് വിന്നറായേനെ. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഖിൽ മാരാർ എന്ന വ്യക്തി പുറത്ത് ജനങ്ങളുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ്, അതുപോലെ അനീഷിനെ പോലുള്ളൊരു കോമണർ വിജയിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്റ്റാൻഡാവും, അത് കുറയുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അയാൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അനുമോളെ വിജയിപ്പിക്കാൻ നോക്കിയത്. അതുപോലെ ലക്ഷ്മിയെ വിട്ട് ഒന്നും മനസ്സിലാകാത്ത, ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകാത്തൊരു ആളാണ്. എന്തൊക്കെയോ ഒന്ന് പുലമ്പുന്നു. അവരെയും എരികേറ്റി സ്ക്രൂ കയറ്റി വിട്ടത് ഈ അഖിൽ മാരാർ എന്ന് പറഞ്ഞ കക്ഷിയാണ്. അയാളുടെ LGBTQ പ്രത്യേകിച്ച് റിയാസിനോടുള്ള സമീപനം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകാം, അയാളെപ്പോലുള്ള ഒരു വൃത്തികെട്ട ഒരു മനുഷ്യൻ, വൃത്തികെട്ടനെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, ആട്ടിൻ തോലിട്ട ചെന്നായ ജനങ്ങളുടെ മുന്നിൽ ഞാൻ ആരോ ആണെന്ന് കാണിക്കാനുള്ള ഒരു വ്യക്തത ഓൾവേസ് അയാളുടെ മുഖത്തും അയാളുടെ സംസാരത്തും നിങ്ങൾക്ക് കാണാം. ഞാൻ അയാളുടെ സീസണിൽ അയാളെ സപ്പോർട്ട് ചെയ്തതായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാളെ ചെയ്യുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അയാളുടെ ഡബിൾ സ്റ്റാൻഡാണ്.